എന്നാ ഈ മീൻ കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഇന്ന് കറി വെക്കാൻ. കിട്ടി. ഞങ്ങളുടെ തോട്ടില്, അതായത് ഞങ്ങളുടെ കനാലില് ഇഷ്ടം പോലെ മീൻ ഉണ്ട്. എന്തും വേണ്ടി മീൻ കിട്ടുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അട്ട വെള്ളത്തിൽ നിന്ന് എന്റെ മോൻ മീൻ പിടിക്കാൻ പോകും. പണ്ടൊക്കെ ഞങ്ങളുടെ വീടിന്റെ വാതയ്ക്ക് വെള്ളം നിൽക്കുന്ന സമയത്ത് ഞാനും രജിലായും കൂടെ തോർത്തിട്ടിറങ്ങുമായിരുന്നു. പക്ഷെ പിടിച്ച് എവിടെ കാലേ കുപ്പിച്ചിലുണ്ട് നോക്കണേ. കുളിച്ചതാ ചെഞ്ചാതെ പല പാമ്പുനും പൊക്കറ്റൊക്കെ തെളി താഴെട്ട്. ആ കൊള്ളാം കൊള്ളാം. ശാനിവാത്താറ് ധൈര്യത്തിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ബോർഡാർക്കാരിട്ട് എന്തുവാ തോട്ടിന്നൊക്കെ ഇറങ്ങിയോണ്ട് അടിയെന്നൊക്കെ ഇറങ്ങി വരുന്നവന് ഇങ്ങോട്ട് പോകും. ഞാനിവിടെ ഇറങ്ങട്ടെ. നീയാണ് ഇറങ്ങാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങി. ഞാൻ വീഡിയോ എടുക്കാൻ വന്നിരുന്നത് കിട്ടിയാ ചെഞ്ചാതങ്ങ് അറമാതിക്കുവാ. നിന്റെ ധൈര്യത്തിൽ ഇറങ്ങിയതവന്. എന്റെ ധൈര്യത്തിൽ ആ നീ ഇറങ്ങടാ. മുമ്പ് ഞങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നു. അയ്യോ ആന്ന് കളിക്കാനേ വിടത്തില്ല പിള്ളേർ. സ്വന്തം കരാലിൽ അങ്ങനെ ഇറക്കി. ഫസ്റ്റ് കടാലോ ഇത്. ഞാൻ ഇറങ്ങുവാന്ന്. ഇറങ്ങണ പോലെ ഇറങ്ങേ. ആ ഇറങ്ങ് ഇറങ്ങ് ഇറങ്ങ. ഇക്കാകുമ്പോ നിന്നെ ഞാൻ ഇതിനകത്തങ്ങ് വിട്ടേക്കും. ഏത് മീനാടാ നീ പിടിക്കുന്നത്? എല്ലാം ഇതിനകത്തുണ്ട്. അത് ഇങ്ങനത്തെ തോട്ടിലല്ലേ ഞങ്ങള് ഒറ്റ കൂറിന് ഇത്രയും കിട്ടും. മീനൊക്കെ ഭയങ്കര വില കൂടുതലാണ്. ഞങ്ങള് തോട്ടിന്ന് മീൻ മേടിച്ച് കറി വെക്കാന്. നാട്ടെ പോത്ത് കാണാൻ പോലും പറ്റുന്നില്ല. നാട്ടെ പോ. ശരിയാ പറ്റിയപ്പോ കാണാൻ പറ്റുമായിരുന്നോ? കാണാൻ പറ്റുമായിരുന്നു. ഇത്രയും വലുതാക്കി എടുത്തതല്ലേ? അല്ല അല്ല അല്ല. കൊറോണ പോലും മിസ്സായില്ല. എന്തുവാ പാറക്കായാലേ പിടിച്ച് ഞാൻ വെള്ളത്തിലോട്ട് ഞാൻ ഇടും 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 ഇടും. നീ നിക്കുവല്ലോ. ഭയങ്കര രസമാണ്. കണ്ടന്റ് ഞാൻ വന്നുണ്ടാക്കി തന്നില്ല. 1 മണിക്ക് കുളിക്കണ്ട. ഞാൻ 1 മണിക്കല്ലേ കുളിക്കേണ്ട ആള്. 12 കിട്ടിയാടാ? നെറ്റ് അവിടെ താന്നു പോയി. എന്നാ നീ ഇറങ്ങനല്ലേ. അവന് ചാടി ഇങ്ങനെ കേറുവന്. കാട്ടാ നിന്റെ നെറ്റ് മീൻ പിടിക്കുന്ന വലയാട്ടോ ഞങ്ങടത്. ഓളേനി ഞങ്ങൾ വരുത്തിച്ചു. ചേച്ചിയുടെ ശാള ഇതാണ് ഞങ്ങടെ. കുളിച്ചവനാ കുളിച്ചവനാ. എന്റെ മോന് കോരി ഇട്ട് കൊടുക്കടാ. അതാണ്ടടാ എന്റെ കോലം കണ്ടോടാ. കുളിച്ചവനാ. കയ്യാനെടുക്ക്. മീനെ കരയുന്നു. എടുത്തെടുത്ത് എനിക്ക് മീൻ വല്ലതും കിട്ടിയാ പറിക്കടാ. എവിടെ അമ്മാര് പിടിക്കും. വല്ലതും കിട്ടിയാ? ഞാൻ പോട്ടെ. കിട്ടി. ചെഞ്ചാതോ ഇത്രയും ഞാൻ വൃത്തിയാക്കിട്ടു. എന്താ തോട് വൃത്തിയാക്കിയത്? ഒരൊറ്റ മീനെ കിട്ടിയില്ല. അതിബി ബക്കറ്റ് ഒക്കെ കൊണ്ടുവന്നപ്പോ ഞാൻ വിചാരിച്ചിരുന്നു ബക്കറ്റ് നിറച്ച് മീനുമായിട്ടേ പോകത്തുള്ളൂ.
കിട്ടിയോടാ? പിന്നെ നാളെ ബക്കറ്റ് നിറച്ച് മീൻ കിട്ടി. കുറച്ചെടുത്ത് വറക്കാനും കൊടുക്കണം. മീൻ പിടിക്കാൻ പോട്ട് ഞങ്ങളുടെ തേങ്ങ കിട്ടി. ബക്കറ്റ് കൊണ്ടുവന്ന് ബക്കറ്റ് നിറച്ച് മീനും കിട്ടി. കരട്ടിക്കുഞ്ഞിനെയാണ്. കരട്ടിയല്ല ആമയാണ്. മീനോ കിട്ടിയില്ല. താഴെ ഇട്ടാരാ എല്ലപ്പോക്കോ നടക്കുന്ന ഫോട്ടോ കൂടി ഉണ്ട്. എന്തൊരു വേണ്ട മൊത്തം കലക്കി തെളിഞ്ഞു കിടന്ന കനാലാ. പൊടിച്ചെടുക്കും 2 മണിക്കൂർ കിടന്ന് ഉറങ്ങി. ായി വഴക്കായി. മീനും കിട്ടിയില്ല. പിള്ളേരുണ്ടപ്പോ ഞങ്ങൾക്ക് മീനും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. തോരനും വെച്ച് എല്ലാം വെച്ച്. ഇവിടെ വരെ നൊസ്റ്റാളജി അടിക്കാൻ വന്നിയാ. അളിഞ്ഞു പോയല്ലോ. വല്ലം കിട്ടിയാ? ഞാനെ വല്ലം കിട്ടിയാ? ഒന്നും കിട്ടിയില്ലേ? എന്തോ ഒരു ആവേശമായിരുന്നു. ബക്കറ്റ് എടുത്തോട്ട് വരുന്നത്. കൊണ്ടുവെക്കണ ചമ്പൂരി. എന്റെ കൊണ്ടുവെക്കണ ചമ്പൂരി. വീട്ടിലുള്ള സാധനം എല്ലാം പറക്കുന്നത് കിട്ടി. ഇതോ എന്റെ മോനൊരു ചാക്ക് നിറച്ച് മീനോട്ട വരുന്നത് കാണുന്നു. ഒരു ഇഷ്ടം പോലെ മീൻ കിട്ടി അവന്. ആണ്ട് കാലി ബക്കറ്റായിട്ട് പോണ്ടി വരത്തില്ല. ഇച്ചിരി വെള്ളമെങ്കിലും എടുത്തോണ്ട് കൂടി. എന്തുവാടാ? എന്ത് പിന്നെ? കളമീനോ? കളർ മീനെന്ന് പറഞ്ഞ കളമീൻ വേണ്ട. കുളിച്ചവനാ. രാവിലെ അവൻ്റെ ഉമ്മ കുളിപ്പിച്ചൊരുക്കി നിർത്തിയവനെ. എന്റെ മൂടൊക്കെ നോക്കിക്കേ. കിട്ടിയോടാ മീന്? പോണ്ടടി അതെടുത്തിറക്കി. കേട്ടോ കേറ് കേറ്. മതി മതി. ഇന്നത്തെ കണ്ടന്റ് ഞങ്ങളുടെ ബക്കറ്റ് നിറച്ച് മീൻ. കഴിഞ്ഞ് പോ. കുളിച്ചവനാ. അയാനെ മീൻ കിട്ടിയോടാ? നീ വരട്ടെ. ഇനി വെള്ളം തെളിയട്ടെ. ഇനി വെള്ളം തെളിയുമ്പോ വരും. അന്നേരം പിടിക്കാം. ഇനി വെള്ളം തെളിയട്ടെ. ചുമ്മാ ഇരുന്ന പിള്ളേര് കുളിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയ മീന്, നേരത്തെ കിട്ടിയ മീന് കൊണ്ടുവന്ന ബക്കറ്റ് എടുത്തത് ഒരു പക്ക നിറച്ചു. കുഞ്ഞാണ്. എതില്?